ചോദ്യം: റിക്ടർ സ്കെയിൽ താഴെ പറയുന്നവയിൽ ഏത് അളവുമായി ബന്ധപ്പെട്ടതാണ്? റിക്ടർ സ്കെയിൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ താപനില, പ്രഷർ മർദ്ദം, ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് കേക്ക് ഭൂകമ്പ തീവ്രത, ഹാർഡ്നെസ് ഓഫ് മെറ്റീരിയൽസ് വസ്തുക്കളുടെ കാഠിന്യം. അപ്പോൾ നമുക്കറിയാം, താപനില അഥവാ ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്നത് കലോറിമീറ്ററും ഒപ്പം തന്നെ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പൈറോമീറ്ററുമാണ്. ഇതിൽ താപനില അളക്കുന്ന യൂണിറ്റ് ജൂൾ ആണ്. അതേപോലെ തന്നെ സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, കെൽവിൻ ഉണ്ട്. ഈ യൂണിറ്റുകളൊക്കെ താപനിലയുമായി ബന്ധപ്പെട്ട യൂണിറ്റുകളാണ്. പ്രഷർ അഥവാ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ബാരോമീറ്ററാണ്. ബാരോമീറ്റർ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അനിറോയിഡ് ബാരോമീറ്റർ ഉണ്ട്, ഒന്ന് രസ ബാരോമീറ്റർ അഥവാ മെർക്കുറി ബാരോമീറ്റർ ഉണ്ട്. നമ്മൾ സാധാരണ മർദ്ദത്തിൻ്റെ യൂണിറ്റ് പറയുന്നത് പാസ്കലാണ്. ബാരോമീറ്ററിൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് പറയുക ഹെക്ടോ പാസ്കൽ ഓർ മില്ലി ബാർ ആണ്. ഹെക്ടോ പാസ്കലിൻ്റെ വേറൊരു പേരാണ് മില്ലി ബാർ. നമ്മൾ രസ ബാരോമീറ്ററിലാണെങ്കിൽ നമ്മൾ മെർക്കുറിയുടെ ഹൈറ്റ് മില്ലിമീറ്ററിലാണ് അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലാണ് നമ്മൾ രസ ബാരോമീറ്ററിൽ പറയുക. മർദ്ദം പാസ്കൽ പറയുകയാണെങ്കിൽ 1034 ഹെക്ടോ പാസ്കലാണ് പ്രഷർ. മെർക്കുറിയുടെ ഹൈറ്റിൽ പറയുകയാണെങ്കിൽ 76 സെൻറ്റിമീറ്ററാണ് ഓർ 760 മില്ലിമീറ്ററാണ് നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ റിക്ടർ സ്കെയിൽ നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഇത് ഭൂകമ്പ തീവ്രത, ദ ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ക്വേക്ക് മനസ്സിലാക്കാനുള്ള ഉപകരണമാണ് ഇത്. നമുക്ക് വസ്തുക്കളുടെ കാഠിന്യം മനസ്സിലാക്കാൻ ഉപകരണമുണ്ട്. ഹാർഡ്നെസ് ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം: രണ്ട് ആണികൾക്കിടയ്ക്ക് ഒരു കമ്പി വലിച്ച് കെട്ടിയിരിക്കുന്നു. കമ്പിയുടെ മധ്യഭാഗത്ത് ഒരു ബലം പ്രയോഗിച്ച് തട്ടുമ്പോഴുണ്ടാകുന്ന കമ്പനാവൃത്തിയെ സ്വാധീനിക്കാത്തത് ഏത്? എ മെറ്റൽ വയർ stretched between two nails and plucked by a force at the middle. The frequency of vibration does not depend upon force applied പ്രയോഗിച്ച ബലം, ലെങ്ത് ഓഫ് ദ വയർ കമ്പിയുടെ നീളം, ടെൻഷൻ ഓഫ് ദ വയർ കമ്പിയുടെ വലിയ ബലം, നേച്ചർ ഓഫ് ദ മെറ്റൽ കമ്പിയുടെ സ്വഭാവം. അപ്പോൾ ഒരു സ്ട്രെച്ചഡ് വയർ, നമ്മൾ വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു വയറിൻ്റെ മിഡിൽ ഭാഗത്ത് ഇഫ് യു അപ്ലൈഡ് എ ഫോഴ്സ്, ദ ഫോഴ്സ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ദ വയർ, ദറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, ആൻഡ് ടെൻഷൻ ഓഫ് ദ വയർ, വലിയ ബലം, ഇതിൻ്റെ ഇടയിലുള്ള വലിയ ബലം അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അടുത്ത് തന്നെ നേച്ചർ ഓഫ് ദ മെറ്റൽ, അതായത് ദ ഡെൻസിറ്റി അല്ലെങ്കിൽ പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത്, അതിന് ഇത് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുമായിട്ടും ഇത് റിലേറ്റഡ് ആണ്. ഈ കമ്പനാവൃത്തി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്ലൈഡ് ഫോഴ്സുമായിട്ടാണ് കമ്പന ആവൃത്തി ഡിപ്പെൻഡ് ചെയ്യാത്തത്. കമ്പന ആവൃത്തി എന്ന് പറഞ്ഞാൽ ആവൃത്തി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം മാത്രമാണ്. അതായത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിൽ നമുക്ക് സ്ട്രിങ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ചലിക്കാം. പക്ഷേ നമ്പർ ഓഫ് വൈബ്രേഷൻ ഇൻ പെർ സെക്കൻഡ് ഈസ് ഓൾവേസ് ഈക്വൽ. നമുക്ക് ആവൃത്തിയുടെ യൂണിറ്റ് അറിയാം, ഹേർട്സാണ് ആവൃത്തിയുടെ യൂണിറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ദർഫോർ ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഫോഴ്സ് അപ്ലൈഡ് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം: മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം പ്രകാശത്തിൻ്റെ ഡാഷ് മൂലമാണ്. റെയിൻബോ ഈസ് ഫോംഡ് ഡ്യൂ ടു ഡാഷ് ഓഫ് ലൈറ്റ്, ഡിസ്പേഴ്ഷൻ പ്രകീർണനം, റിഫ്ലക്ഷൻ പ്രതിപതനം, സ്കാറ്ററിങ് വിസരണം, ബോത്ത് 1 and 2 എന്നുള്ളൊരു ഓപ്ഷൻ കൂടി, 1, 2 എന്നുള്ളൊരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ നമുക്കറിയാം എപ്പോഴാണ് മഴവില്ലുണ്ടാകുന്നത്. ദ റെയിൻബോ ഈസ് ഫോംഡ് ആഫ്റ്റർ എ ലോങ് റെയിൻ. നമ്മൾ മഴയ്ക്ക് ശേഷം അന്തരീക്ഷത്തിൽ വെളിച്ചം വരുമ്പോൾ, പ്രകാശം സൂര്യൻ ഉദിക്കുമ്പോഴാണ് നമുക്ക് മഴവില്ലുണ്ടാകുന്നത്. അന്തരീക്ഷത്തിൽ തങ്ങിയിരിക്കുന്ന
ജലകണികകൾ ഉണ്ടായിരിക്കും. ജലകണികയ്ക്കുള്ളിലേക്ക് നമ്മുടെ ലൈറ്റ് റേ പ്രവേശിക്കുമ്പോൾ മീഡിയം ചേഞ്ച് വരുന്നു. ഇവിടെ എയറിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇവിടുന്ന് എവിടേക്ക് ട്രാവൽ ചെയ്യുന്നു? വാട്ടറിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ദർഫോർ ദ ഡെൻസിറ്റി ഓഫ് മീഡിയം ചേഞ്ചസ്. അങ്ങനെ സാന്ദ്രത വ്യത്യാസപ്പെടുന്ന മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ഡീവിയേഷൻ ഉണ്ടാകുക. സഞ്ചാരപാത എന്ത് ചെയ്യുന്നു? വ്യത്യാസപ്പെടുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് റിഫ്രാക്ഷൻ. അതിവിടെ പറഞ്ഞിട്ടില്ല. റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. ഇതിനെയാണ് ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറയുക. ലൈറ്റ് ഒരു മാധ്യമത്തിൽ നിന്ന് ഫ്രം എ വൺ മീഡിയം ട്രാവൽ ടു അനദർ മീഡിയം വിച്ച് ഹാവ് എ ചേഞ്ച് ഡെൻസിറ്റി, then the path of the light is deviated. That deviation is known as refraction, അപവർത്തനം. അപ്പോൾ അപവർത്തനം സംഭവിച്ച് ഇവിടെ വരും. ഇവിടെ നിന്ന് നമുക്ക് ലൈറ്റിന് റിഫ്ലക്ഷൻ സംഭവിക്കും. റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, പൂർണ്ണ ആന്തരിക പ്രതിഫലനം. നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിലൊക്കെ പറയലുണ്ട്. തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. ലൈറ്റിന് ശരിക്കും ഇത് അപ്പുറത്തേക്ക് ട്രാവൽ ചെയ്യാം, പക്ഷേ അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ പ്രോപ്പർട്ടി കൊണ്ട് ഇത് തിരിച്ചും റിഫ്ലക്റ്റ് ചെയ്യും. ആ റിഫ്ലക്ഷനെയാണ് നമ്മൾ പൂർണ്ണ ആന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? മഴവില്ലിന് ഇവിടെ വീണ്ടും ഒരു പ്രതിഫലനം സംഭവിച്ചു. വീണ്ടും ലൈറ്റ് റേക്ക്, ഈ ലൈറ്റ് റേ വീണ്ടും വാട്ടറിൽ നിന്ന് ഇവിടേക്ക് പുറത്തേക്ക് പോരുകയാണ്, അതായത് എയറിലേക്ക് പോരുകയാണ്. എയറിലേക്ക് പോരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? മീഡിയം ചേഞ്ച്. ഇവിടെ സംഭവിച്ച പോലെ മീഡിയം ചേഞ്ച് ആവുന്നു. മീഡിയം ചേഞ്ച് ആവുമ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പോഴേക്കും ഈ റിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷം നമ്മുടെ ലൈറ്റ് റേസ് 7 വർണ്ണങ്ങളായി പിരിയും. വയലറ്റ് അടിയിൽ വരും, VI BG YOR എന്നുള്ള 7 വർണ്ണങ്ങളായിട്ട് ഈ ലൈറ്റ് റേ സ്പ്ലിറ്റ് ആവും. ഇങ്ങനെ സ്പ്ലിറ്റ് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ എന്ന് പറയുക. അപ്പോൾ ഈ കൊടുത്തതിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. റിഫ്ലക്ഷൻ ആണ് എന്ന് പറയാം, പക്ഷേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. വീണ്ടും റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ 2 റിഫ്രാക്ഷനും ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് ശേഷം മഴവിൽ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ആവുന്നു. ഇതിനെ നമ്മൾ പ്രകീർണനം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഓപ്ഷൻ പറയുമ്പോൾ നമുക്ക് എടുക്കാവുന്ന ആൻസർ ഒന്ന് പ്രകീർണനം എടുക്കാം, ഒന്ന് പ്രതിപതനവും എടുക്കാം. അതായത് 1 and 2 ഇവ രണ്ടും മൂലമാണ് എന്നുള്ള ഉത്തരമാണ് ഇവിടെ കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ വേറെ 2 പ്രോസസ്സ് പറയുന്നുണ്ട് ഇവിടെ. ദാറ്റ് ഈസ് വിസരണം. വിസരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വിസരണം എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേ ഭൂമിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിൽ സോ മെനി ഡസ്റ്റ് പാർട്ടിക്കിൾസ് അത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനെ കവർ ചെയ്തുകൊണ്ട് ആർക്ക് കടന്നു പോകാൻ കഴിയാതെ ആ പാർട്ടിക്കിൾസ് സംഭവിക്കുമ്പോൾ ദറ്റ് ഈസ് അതാര്യ വസ്തുക്കളാണ്, ലൈറ്റ് ട്രാവൽ ചെയ്യാൻ കഴിയാത്ത പൊടിപടലങ്ങളുള്ളത്. ദെൻ എന്ത് ചെയ്യും? അവിടെ റിഫ്ലക്ഷൻ സംഭവിക്കും. അത് കറക്റ്റായിട്ടുള്ള റിഫ്ലക്ഷൻ ആവില്ല, സം ഷോർട്ട് റിഫ്ലക്ഷൻ ഇസ് ദർ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ വിസരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിസരണം ബേസിക്കലി ദറ്റ് ഈസ് എ റിഫ്ലക്ഷൻ. അന്തരീക്ഷത്തിൽ പൊടിപടലിന് തട്ടി ലൈറ്റ് റേക്ക് ഉണ്ടാകുന്ന ചെറിയ റിഫ്ലക്ഷനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് എന്ന് പറയുക, വിസരണം എന്ന് പറയും. വിസരണത്തിൻ്റെ ഫലമായിട്ട് എപ്പോഴും നമ്മൾ പറയാറ് ആകാശം നീല നിറമായി കാണപ്പെടുന്നു. ആകാശം നീല നിറമായി കാണപ്പെടുന്നു. അതുപോലെ തന്നെ കടൽ നീല നിറമായി കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഉദയ അസ്തമയ സമയങ്ങളിൽ, അതായത് രാവിലെയും വൈകുന്നേരവുമൊക്കെ സൂര്യൻ ചുവപ്പ് നിറമായിട്ട് കാണപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ വിസരണത്തിലാണ് കാരണമായിട്ട് പറയുക. അപ്പോൾ പ്രകീർണനം എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേ സ്പ്ലിറ്റ് ആവുന്ന പ്രോസസ്സാണ്. പ്രതിപതനം എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേ ഒരു അതാര്യ വസ്തുവിൽ തട്ടിയിട്ട് ഒപ്പക് പാർട്ടികൾ തട്ടിയിട്ട് തിരിച്ച് സഞ്ചരിക്കുന്നതിനെ നമ്മൾ പ്രതിഫലനം എന്ന് പറയുക. വിസരണം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ പൊടിപടൽ തട്ടിയുണ്ടാകുന്ന സ്മോൾ റിഫ്ലക്ഷനാണ്. പിന്നെ നമ്മൾ ഡിഫ്രാക്ഷൻ
എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ലൈറ്റിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രോസസ്സ്. അതായത് ചെറിയ വസ്തുക്കൾ തട്ടിക്കൊണ്ട് പ്രകാശം ഇങ്ങനെ വളഞ്ഞ് സഞ്ചരിക്കും. അതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്നുള്ള വാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാച്ചിൻ്റെ സെക്കൻഡ് സൂചിയുടെ കോണീയ വേഗം എത്ര? ദ ആംഗുലർ സ്പീഡ് ഓഫ് ദ സെക്കൻഡ് ഹാൻഡ് ഓഫ് എ വാച്ച് ഈസ്, ദറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. π/30 റേഡിയൻ, 2π/7 റേഡിയൻ പെർ സെക്കൻഡ്, 2π/7 റേഡിയൻ, π/1800 റേഡിയൻ പെർ സെക്കൻഡ്, π/21,600 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ കോണീയ വേഗം എന്നാണ് പറയുന്നത്. ആംഗുലർ സ്പീഡ് നമ്മൾ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് നമുക്കറിയാം. ദിസ് ആംഗിൾ ഈസ് വാട്ട്? 90 ഡിഗ്രി. എത്ര 1 ഡിഗ്രി ഉണ്ടാവും? 90 ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ അത് 1 ഡിഗ്രി. ഈ 1 ഡിഗ്രീനെ നമുക്ക് എന്ത് ചെയ്യാം? മൈന്യൂട്ടാക്കാം. അപ്പോൾ 60, 1 ഡിഗ്രീൻ്റെ 60 പാർട്ടിന് നമ്മൾ 60 മിനിറ്റ് എന്ന് പറയും. ആ 60 മിനിറ്റ് ഇവിടെ കാണിക്കാൻ പറ്റില്ല, ചെറുതായിട്ട്. അതിനെ വീണ്ടും 60 പാർട്ടാക്കും. അതിനാണ് നമ്മൾ എന്താ പറയുക? 60 സെക്കൻഡ് എന്ന് പറയുക. അപ്പോൾ ആംഗുലർ മെഷർമെൻറ്റിൽ വരുന്ന കുറച്ച് മെഷർമെൻറ്റുകളാണ് എന്ത്? ഡിഗ്രീനെ നമ്മൾ 60 പീസാക്കി. അപ്പോൾ എന്തായാലും പറയുക? 60 മിനിറ്റ് സമം 1 ഡിഗ്രി. മിനിറ്റിനെ നമ്മൾ വീണ്ടും 60 പീസാക്കി. അതിന് 60 സെക്കൻഡ് എന്ന് പറയും. 60 സെക്കൻഡ് സമയം എന്താണ്? 1 മിനിറ്റ്. എന്നാൽ ഡിഗ്രിയും മിനിറ്റും സെക്കൻഡും ഒക്കെ പോലെ തന്നെ ആംഗുലർ മെഷർമെൻറ്റിലുള്ള ഒരു മെഷറാണ് റേഡിയൻ എന്ന് പറയും. അപ്പോൾ റേഡിയനും ഡിഗ്രിയും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. 180 ഡിഗ്രി ഈസ് കൺസിഡേർഡ് ആസ് പൈ റേഡിയൻ. 180 ഡിഗ്രിയാണ് പൈ റേഡിയൻ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ വാച്ചിലെ സെക്കൻഡ് സൂചി കോണീയ വേഗം 1 സെക്കൻഡിലാണ് പറയുന്നത്. അപ്പോൾ 60 സെക്കൻഡിൽ നമ്മുടെ സെക്കൻഡ് സൂചി സഞ്ചരിക്കുക. 60 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റായി. 1 മിനിറ്റിൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ. 1 മിനിറ്റിൽ സെക്കൻഡ് സൂചി എന്ത് ചെയ്യും? ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായി? ഒരു പൈ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയാണ്. ദറ്റ് ഈസ് 2 പൈ റേഡിയനായി. 60 സെക്കൻഡിൽ 2 പൈ റേഡിയൻ. 60 സെക്കൻഡിൽ 360 ഡിഗ്രി, ദറ്റ് ഈസ് 2 പൈ റേഡിയൻ. അപ്പോൾ ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 2π/60 റേഡിയനാണ് മൂവ് ചെയ്യുക. ദറ്റ് ഈസ് ഈക്വൽ ടു 2ഉം 60ഉം വെട്ട. അപ്പോൾ എന്ത് കിട്ടും? π/30 എന്നുള്ള ആൻസർ കിട്ടും. π/30 റേഡിയൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ π/30 റേഡിയൻ. ദറ്റ് ഈസ് ദി ആൻസർ ഈസ് π/30 റേഡിയൻ പെർ സെക്കൻഡ് ഈസ് ദ ആൻസർ. ചോദ്യം, സൈദ്ധാന്തികമായ ഏറ്റവും താഴ്ന്ന താപനില, ലോവസ്റ്റ് ടെമ്പറേച്ചർ തിയററ്റിക്കലി പോസിബിൾ ഈസ് -273 ഡിഗ്രി സെൽഷ്യസ്, -273 ഡിഗ്രി ഫാരൻഹീറ്റ്, 273 കെൽവിൻ, -273 കെൽവിൻ. അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ് സൈദ്ധാന്തികമായിട്ട് ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് ബേസ്ഡ് ഓൺ കെൽവിൻ പറയുമ്പോൾ 0 കെൽവിനാണ്. ദറ്റ് ഈസ് 0 കെൽവിൻ എന്നുള്ളതാണ് സൈദ്ധാന്തികമായ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 കെൽവിൻ ഇവിടെ കാണാനില്ല. ഈ 2 കെൽവിനാണ് ഇവിടെ കാണുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽഷ്യസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -273 സെൽഷ്യസ് ആണ്. അപ്പോൾ -273 ഡിഗ്രി സെൽഷ്യസ് ഈസ് 0 കെൽവിൻ ആൻഡ് 0 കെൽവിൻ ഈസ് അബ്സല്യൂട്ട് സീറോ and absolute zero is lowest temperature theoretically possible. Therefore, the answer is -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ കെൽവിനും സെൽഷ്യസും തമ്മിലുള്ള റിലേഷൻ കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം.
സെൽഷ്യസിൽ കൂടെ ദാറ്റ് ഈസ് സെൽഷ്യസ് സ്കെയിൽ പ്ലസ് 273 ആഡ് ചെയ്യുമ്പോഴാണ് എന്തായി മാറുന്നത്? കെൽവിനായിട്ട് മാറുന്നത്. ഈ മേഖല എപ്പോഴും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിർബന്ധമായിട്ടും സെൽഷ്യസും കെൽവിനും ഫാരൻഹീറ്റും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമവാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം. 2 കാന്തിക ധ്രുവങ്ങൾക്കിടയിലുള്ള കാന്തിക ബലരേഖകളാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. കാന്തിക ധ്രുവങ്ങളെ ശരിയായി സൂചിപ്പിക്കുന്നത് ഏത് എന്നാണ്. The diagram given below shows the magnetic flux lines between 2 magnetic poles. Which of the following represent the poles correctly? 1 ഉം 2 ഉം കൊടുത്തിട്ടുണ്ട്. 1 is south, 2 is south, 1 north, 2 north. നമുക്ക് ഇത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം കാന്തിക ബലരേഖകൾ സഞ്ചരിക്കുക നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. അതായത് ഇത് നോർത്ത്, ഡയറക്ഷൻ നോക്കി മനസ്സിലാവും. ഇതെന്താണ്? സൗത്ത്. That is 2 is north and 1 is what? South. 2 is north and 1 is south. 2 is north and 1 is south. Therefore, this answer is correct. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കണികയാണ് ന്യൂക്ലിയസിൽ കാണപ്പെടാത്തത് എന്നാണ് ചോദ്യം. Which of the following particle does not exist inside a nucleus? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, നൺ ഓഫ് ദീസ്. ഇവയൊന്നുമല്ല. നമുക്ക് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ പറ്റി അറിയാം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ തലച്ചോറാണ്, അല്ലേ? ഇതിൻ്റെ തലച്ചോറാണ് ന്യൂക്ലിയസ്. നമ്മൾ കോശത്തിൻ്റെ തലച്ചോറ് പറയുമ്പോഴും ഇതിനെ പറയാം, മർമ്മത്തിനാണ് പറയുക. ദാറ്റ് ഈസ് ന്യൂക്ലിയസ്. ഇവിടെ ഒരാറ്റത്തിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ്. ഇതിന് ചുറ്റുമാണ് ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്നത് ന്യൂട്രോണും പ്രോട്ടോണുമാണ്. ഏകദേശം തുല്യമാണ് ന്യൂട്രോണും തുല്യമാണ് പ്രോട്ടോണും. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്, പ്രോട്ടോണും ന്യൂട്രോണും അവിടെ ഉണ്ട്. ദെൻ ഇലക്ട്രോൺ എവിടെ ഇല്ല? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലില്ല. വളരെ സിമ്പിൾ ചോദ്യമാണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഇലക്ട്രോൺ ഈസ് ആൻസർ. ഇപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട ആൾ ഒന്ന് പ്രോട്ടോണും ന്യൂക്ലിയസിനെയും ന്യൂക്ലിയസിനെയും അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ സോളാർ മോഡൽ കണ്ടുപിടിച്ച റദർഫോർഡിനെയാണ് ന്യൂക്ലിയർ ഫിസിക്സിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരാൾ. അപ്പോൾ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോമസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവ്. ന്യൂട്രോണിൻ്റെ ചാർജ് എന്താ? ന്യൂട്രോൺ ഈസ് ചാർജ്ലെസ്. അതായത് ന്യൂട്രോണിന് എന്തല്ല, ചാർജില്ല, ന്യൂട്രലാണ്. ദാറ്റ് ഈസ് ന്യൂട്രൽ. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താ? നെഗറ്റീവ്. അപ്പം ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താ? ന്യൂക്ലിയസിന് ഇപ്പോൾ 2 ആൾക്കാർ ഉള്ളത്. ന്യൂക്ലിയസിന് ഓട്ടോമാറ്റിക് എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ ആറ്റത്തിൻ്റെ ചാർജ് എന്താ? ആറ്റം എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണായി. പ്രോട്ടോണും ഇലക്ട്രോണും ഈക്വൽ നമ്പർ ആയിരിക്കും, ഈക്വൽ പോസിറ്റീവ് ആൻഡ് ഈക്വൽ നെഗറ്റീവ്. ഇത് ക്യാൻസൽ ചെയ്തതാണ്. ആറ്റം എന്തായി മാറി? നെഗറ്റീവ് ചാർജായി മാറി. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഇതിൻ്റെ ഉള്ളിൽ ശക്തമായിട്ടുള്ള എന്തുണ്ട്? ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് ബലങ്ങളെ അറിയാം, കുറേ ബലങ്ങൾ പഠിച്ചു. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ളത് നമുക്ക് നിലനിൽക്കുന്ന ഒരു ഫോഴ്സാണ്. മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് നിലനിൽക്കുന്ന ഫോഴ്സാണ്. അങ്ങനെ ഒരുപാട് ഫോഴ്സുകളുണ്ട്. ഈ ഫോഴ്സുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ശക്തമായ ബലം എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസിലെ ന്യൂട്രോണും പ്രോട്ടോണിനും ഒക്കെ ഇടയിലുള്ള ബലത്തിനെയാണ് ഏറ്റവും ശക്തമായ ബലം എന്ന് പറയുന്നത്. ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഗ്രാഫാണ് ഒരു വസ്തുവിൻ്റെ സ്ഥാനം, സമയം ഇവ സൂചിപ്പിക്കാൻ സാധിക്കാത്തത്? Which of the following graphs cannot represent the distance time relation of an object? അപ്പോൾ ഒരു ഗ്രാഫ് കാണാനുണ്ട് ഇവിടെ. ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്യാം. സമയം സെക്കൻഡിൽ, ടൈം ഇൻ സെക്കൻഡ്. ദാറ്റ് ഈസ് ദിസ് ആക്സിസ് ഇസ് എക്സ് ആക്സിസ് and this axis is y axis, and there are 2 perpendicular axes, and we can denote time in x axis and distance or displacement in y axis. എന്താണ് ഈ എക്സ് ആക്സിസ് പറയുന്നത്? 1 സെക്കൻഡ് സമയമായപ്പോൾ
പാർട്ടിക്കിൾ നിൽക്കുന്ന പൊസിഷൻ ഇവിടെയാണ്, അതായത് 20 മീറ്ററിലാണ് നിൽക്കുന്നത്. 2 സെക്കൻഡ് സമയമായപ്പോഴും നോക്കുമ്പോൾ പാർട്ടിക്കിൾ അവിടെ തന്നെ നിൽക്കുന്നത്. 3 സെക്കൻഡ് സമയമായപ്പോഴും പാർട്ടിക്കിൾ എവിടെ നിൽക്കുന്നു, അവിടെ തന്നെ നിൽക്കുന്നു. ദർഫോർ ദിസ് ഈസ് എ ഗ്രാഫ് റെപ്രസെൻറ്റ് റെസ്റ്റ്, ദർ ഈസ് നോ മോഷൻ. പാർട്ടിക്കിൾ ഫുൾ ടൈം റെസ്റ്റിലാണ്, ഇവിടെ മോഷനില്ല. ദെൻ അടുത്ത പാർട്ടിക്കിൾ, അപ്പോൾ ഇത് നമുക്ക് സ്ഥാനം സമയത്തെ സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. മോഷൻ ഇല്ലെങ്കിലും വസ്തുവിൻ്റെ സമയവും സ്ഥാനവും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അടുത്ത ഗ്രാഫ് നോക്കാം. 1 സെക്കൻഡ് പാർട്ടിക്കിൾ ഈസ് 10 മീറ്റർ. 2 സെക്കൻഡ് ദ പാർട്ടിക്കിൾ ഈസ് 20 മീറ്റർ. 3 സെക്കൻഡ് ദ പാർട്ടിക്കിൾ ഈസ് 30 മീറ്റർ. 4 സെക്കൻഡ് ദ പാർട്ടിക്കിൾ ഈസ് 40 മീറ്റർ. 5 സെക്കൻഡ് ദ പാർട്ടിക്കിൾ ഈസ് 50 മീറ്റർ. കറക്റ്റായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് സ്ഥാനസമയ ഗ്രാഫാണ്. പ്രത്യേകിച്ചും പറയുമ്പോൾ മോഷൻ നടക്കുന്നുണ്ട്. നേരത്തെ റെസ്റ്റ് ആയിരുന്നു, ഇത് മോഷൻ ഉണ്ട്. ഇവിടെ മോഷൻ ഉണ്ടെന്ന് മാത്രമല്ല, ഈച്ച് സെക്കൻഡ് ദർ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് സെയിം. ഓരോ സെക്കൻഡിലും ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണ്. അപ്പോൾ ഇത് തുല്യ ദൂര സമയ ഗ്രാഫാണ്. തുല്യ ദൂരം, തുല്യ സമയം, ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ടൈം. അതിനാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയും. യൂണിഫോം മോഷൻ എന്ന് പറയും, അതായത് സമചലനം എന്നുള്ള അർത്ഥത്തിൽ. നെക്സ്റ്റ് അടുത്ത ഗ്രാഫ് നോക്കാം നമുക്ക്. അടുത്ത ഗ്രാഫ് പറയുന്നത് എന്താണ്? 1 സെക്കൻഡ് 10, ഇങ്ങനെയല്ല. 1 സെക്കൻഡിൽ 40, 2 സെക്കൻഡിൽ 30, 3rd സെക്കൻഡിൽ 20, 4th സെക്കൻഡിൽ 10 ആൻഡ് 5th സെക്കൻഡിൽ എന്തായി? പാർട്ടിക്കിൾ ഈസ് അറ്റ് 0. അതായത് നേരത്തെ നടന്ന മോഷൻ്റെ വിപരീതമായിട്ടുള്ള മോഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇതും എന്ത് കാണിക്കുന്നുണ്ട്? സ്ഥാന സമയ ഗ്രാഫാണ്. തുല്യ ദൂരം, തുല്യ സമയമാണ്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം മോഷനാണ്. ഇനി അടുത്തൊരു ഗ്രാഫ് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ആൻസർ ഞാൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ഗ്രാഫ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇവിടെ നോക്കൂ, ഇവിടെ 1ാമത്തെ സെക്കൻഡിൽ ഗ്രാഫ് കാണിക്കുന്നുണ്ട്, 2ാം സെക്കൻഡിലും ഗ്രാഫ് കാണിക്കുന്നുണ്ട്, സ്ഥാനം കാണിക്കുന്നുണ്ട്. 3ാമത്തെ സെക്കൻഡിൽ ഈ വര മൊത്തം ഗ്രാഫിനെ കാണിക്കുകയാണ്. അതായത് ഇത് ഇവിടെയാണോ അതോ ഇവിടെയൊക്കെ അല്ല. അപ്പോൾ ഇതൊരു കറക്റ്റ് ഗ്രാഫല്ല. ഈ വര ഇല്ലായിരുന്നുവെങ്കിൽ ഇത് നമുക്ക് കാണിക്കാമായിരുന്നു. Therefore, this is the answer of this question. ചോദ്യം: ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു ടെലസ്കോപ്പ്. The telescope which is situated in space is Galilean telescope, radio telescope, Hubble's telescope, ടെറസ്ട്രിയൽ ടെലസ്കോപ്പ് അഥവാ ഭൂതല ടെലസ്കോപ്പ്. ബഹിരാകാശത്ത് അമേരിക്കയുടെ സ്പേസ് ഏജൻസി ഏതാണ്? നാസ, നാഷണൽ എയറോനോട്ടിക്കൽ ആൻഡ് സ്പേസ് റിസർച്ച് അഡ്മിനിസ്ട്രേഷൻ. നാസ ഭൂമിക്ക് പുറത്ത് ഒരു ഓർബിറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ആദ്യത്തെ വിപ്ലവകരമായ സ്പേസ് ടെലസ്കോപ്പാണ് ഹബിൾസ് ടെലസ്കോപ്പ്. ബാക്കിയുള്ള ടെലസ്കോപ്പുകളൊക്കെ നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കുന്ന ടെലസ്കോപ്പുകളാണ്. ടെലസ്കോപ്പിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട ഒരു ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ലിപ്പർഷെ. ആദ്യമായിട്ട് ടെലസ്കോപ്പ് നിർമ്മിച്ച ആളാണ് ഹാൻസ് ലിപ്പർഷെ. ആ ടെലസ്കോപ്പിനെ വളരെ നല്ല രീതിയിൽ വികസിപ്പിച്ച ആളാണ് ഗലീലിയോ. ഗലീലിയൻ ടെലസ്കോപ്പും ഭൂതല ടെലസ്കോപ്പും, അതായത് ടെറസ്ട്രിയൽ ടെലസ്കോപ്പ്, ഈ 2 ടെലസ്കോപ്പുകൾ നമ്മൾ ഉപയോഗിക്കുക ഭൂമിയിലാണ്. ഭൂമിയിൽ ഉപയോഗിക്കാൻ, ഭൂമിയിലെ സാധനങ്ങൾ നിരീക്ഷിക്കാനുമാണ്. അതായത് ഡിസ്റ്റൻസ് ഓബ്ജക്ട്സിനൊക്കെ, ഭൂമിയിൽ ഒരു ഭാഗത്ത് നിന്ന് ഡിസ്റ്റൻസ് ഓബ്ജക്റ്റിനെയൊക്കെ വീക്ഷിക്കാനാണ് നമ്മൾ ഗലീലിയൻ ടെലസ്കോപ്പും ഭൂതല ടെലസ്കോപ്പും ഉപയോഗിക്കുക. റേഡിയോ ടെലസ്കോപ്പ് നമ്മൾ ഭൂമിക്ക് പുറത്തേക്ക് ഉള്ള നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒരു ടെലസ്കോപ്പ് കൂടിയാണ് റേഡിയോ ടെലസ്കോപ്പ്. അപ്പോൾ ടെലസ്കോപ്പുകളിലും ജനറേഷൻ ഉണ്ട്. നമ്മൾ 1G 2G 3G എന്നൊക്കെ പറയുന്ന പോലെ ജനറേഷൻ ടെലസ്കോപ്പിലുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ഡെവലപ്മെൻറ്റിലും ഉണ്ട് ഓരോ ജനറേഷൻ. അതുപോലെ നമ്മുടെ ടെലസ്കോപ്പിൻ്റെ ജനറേഷൻ ഉണ്ട്.
അതിൽ നമ്മൾ ആദ്യം പറയുന്ന ടെലസ്കോപ്പുകൾ എന്ന് പറയുന്നത് അപവർത്തന ടെലസ്കോപ്പുകളാണ്. ലൈറ്റിൻ്റെ അപവർത്തന ടെലസ്കോപ്പ്, റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പുകളാണ് ഫസ്റ്റത്തെ. പിന്നീടാണ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പുകൾ വരുന്നത്, അതായത് പ്രതിഫലന ടെലസ്കോപ്പുകൾ. നമ്മൾ ലൈറ്റിൻ്റെ പ്രതിഫലനം പറഞ്ഞു, പ്രതിഫലന ടെലസ്കോപ്പുകൾ. പിന്നീട് തേർഡ് ജനറേഷനിലാണ് ഈ പറഞ്ഞ റേഡിയോ ടെലസ്കോപ്പുകൾ വരുന്നത്. പിന്നീടാണ് അടുത്ത ജനറേഷൻ ഇൻഫ്രാ റെഡ് ടെലസ്കോപ്പുകൾ വരുന്നത്, ഇൻഫ്രാ റെഡ് ടെലസ്കോപ്പുകൾ. അതിൻ്റെ അവസാനത്തെ വിപ്ലവ ടെലസ്കോപ്പുകളാണ് ഹബിൾസ് ടെലസ്കോപ്പുകൾ അഥവാ നമ്മുടെ ബഹിരാകാശ ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മംഗൾയാൻ എന്നത് ഇന്ത്യയുടെ അഭിമാനമായ, മംഗൾയാൻ ഈസ് ഇന്ത്യസ് പ്രസ്റ്റീജിയസ് മാർസ് ഓർബിറ്റൽ മിഷൻ, മാർസ് ഓർബിറ്റൽ മിഷൻ. മൂൺ ഓർബിറ്റൽ മിഷൻ, മൂൺ ഓർബിറ്റൽ മിഷൻ. സ്പേസ് ഓർബിറ്റൽ മിഷൻ, സ്പേസ് ഓർബിറ്റൽ മിഷൻ. ലൂണാർ ലാൻഡിംഗ് മിഷൻ, ലൂണാർ ലാൻഡിംഗ് മിഷൻ. ഇറ്റ് ഈസ് MOM, MOM, ദറ്റ് ഈസ് മാർസ് ഓർബിറ്റൽ മിഷനാണ് നമ്മുടെ മംഗൾയാൻ എന്ന് പറയുന്നത്. മാർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ചൊവ്വ, ചൊവ്വഗ്രഹം. ചൊവ്വഗ്രഹം എന്തിൻ്റെ ദേവനാണ് ചോദിച്ചു കഴിഞ്ഞാൽ വാർ, മാർസാണ്. മാർസ് ഈസ് എ ഗോഡ് ഓഫ് വാർ, യുദ്ധദേവനാണ് ആര്? ചൊവ്വഗ്രഹം. തുരുമ്പിച്ച ഗ്രഹം, ചുവന്ന ഗ്രഹം, ഫോസിൽ ഗ്രഹം, പഴക്കമേറിയ പരുക്കൻ ഗ്രഹം, ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കരുതുന്ന ഗ്രഹം, ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന ഗ്രഹം. ഇതൊക്കെ ചൊവ്വയ്ക്ക് വിശേഷണങ്ങളുള്ളതാണ്. അതിൽ ചൂട് കൂടിയ ഗ്രഹം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ശുക്രനാണ്. സൾഫർ ഡയോക്സൈഡിൻ്റെ പ്രസൻസാണ് ശുക്രനെ ചൂട് കൂടുതലുള്ള ഗ്രഹമാക്കിയിട്ട് മാറുന്നത്. അപ്പോൾ മംഗൾയാൻ മാർസ് ഓർബിറ്റൽ മിഷൻ നമ്മൾ വിക്ഷേപിക്കുന്നത് 2013 നവംബർ 5-നാണ്. നവംബർ 5-ന് വിക്ഷേപിച്ച ഇന്ത്യയുടെ വിപ്ലവകരമായ സ്പേസിലേക്കുള്ളൊരു കാൽവയ്പ്പാണ് മംഗൾയാൻ എന്ന് പറയുന്നത്. ലൂണാർ എന്നുള്ള വേർഡ് നമ്മളൊന്ന് പഠിച്ചു വയ്ക്കുക. ലൂണാർ, ദ വേർഡ് ലൂണാർ ഈസ് റിലേറ്റഡ് വിത്ത് വാട്ട്? ചന്ദ്രൻ. ചന്ദ്രനുമായി ബന്ധപ്പെട്ട വേർഡാണ് ലൂണാർ. എന്നാൽ സെലനോളജി കേട്ടിട്ടുണ്ട്, സെലനോളജി. സെലനോളജി എന്നുള്ള വേർഡ് ചന്ദ്രനുമായിട്ട്, ചന്ദ്രൻ്റെ പഠന ശാഖയാണ്. സെലീനിയം എന്നുള്ള മൂലകം ചന്ദ്രൻ്റെ പേരിൽ നിന്ന് കിട്ടിയതാണ്. ടെറ എന്നുള്ള വാക്ക് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഭൂമിയുമായി ബന്ധപ്പെട്ടാണ്. ഹീലിയം എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നത് സൂര്യൻ്റെ പേരിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണം.